വയനാട് പുനരധിവാസത്തിന് പലിശയില്ല വായ്പ. കേന്ദ്രം 529.50 കോടി അനുവദിച്ചു. 16 പദ്ധതികൾക്കാണ് വായ്പ അനുവദിച്ചത്. വിവരങ്ങൾ വിനയ രാജ് നൽകും. വിനയ, ഏതൊക്കെയാണ് വായ്പ അനുവദിച്ച 16 പദ്ധതികൾ? ഹരിത, വയനാട് പുനരധിവാസത്തിന് കേന്ദ്രം 529.5 കോടി രൂപയാണ് വായ്പ അനുവദിച്ചത്. സാധാരണയായി കേന്ദ്ര പുനരധിവാസത്തിന് പണം നൽകുമ്പോൾ സംസ്ഥാനത്തിന് തിരിച്ചടക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് മൂലധന നിക്ഷേപം, സംസ്ഥാനങ്ങൾക്കുള്ള മൂലധന നിക്ഷേപ സഹായത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വായ്പ അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തുക സംസ്ഥാനം കേന്ദ്രത്തിന് തിരിച്ചടക്കേണ്ട സാഹചര്യമുണ്ട്. എന്നാൽ മൂലധന നിക്ഷേപ സ്കീമിലെ വായ്പയ്ക്ക് പലിശ നൽകേണ്ട ആവശ്യമില്ല. സംസ്ഥാനം കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന 535.56 കോടി രൂപയുടെ പദ്ധതി പരിഗണിച്ചാണ് ഇപ്പോൾ കേന്ദ്രം സംസ്ഥാനത്തിന് വായ്പ അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും 16 പദ്ധതികൾക്കാണ് വായ്പ അനുവദിച്ചിരിക്കുന്നത്. ടൗൺഷിപ്പിലെ പൊതു കെട്ടിടങ്ങൾ, റോഡുകൾ, കൂടാതെ ഈ ദുരന്ത മേഖലയിൽ ഉണ്ടായിരുന്ന പുഴയുടെ ഒഴുക്ക് ക്രമീകരിക്കൽ, സ്കൂൾ നവീകരണം, ആശുപത്രിയുടെ നവീകരണം തുടങ്ങിയ 16 പദ്ധതികൾക്കാണ് ഇപ്പോൾ വായ്പ അനുവദിച്ചിരിക്കുന്നത്. എന്താണ് പലിശയില്ലാത്ത വായ്പയാണ് അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 50 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതിയെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാർച്ച് 31-നകം തന്നെ പണം ഉപയോഗിക്കണമെന്നാണ് കേന്ദ്രം സംസ്ഥാനത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇക്കാര്യം അറിയിച്ചുകൊണ്ട് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് കേന്ദ്രം കത്തയച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പ്രധാനമായും ഈ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും വരുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഈ സാമ്പത്തിക വർഷത്തിന്, അതായത് 2024-25 ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാന നിമിഷത്തിലാണ് ഈ പണം അനുവദിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പണം അനുവദിച്ച ശേഷം ചിലവ് സാധിക്കണമെന്ന നിർദ്ദേശം പ്രായോഗികമാകില്ല എന്നാണ് ഈ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും വരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. ഏതായാലും സംസ്ഥാനത്തിന് ഒരു ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. പണം അനുവദിച്ചിട്ടുണ്ട്, പക്ഷേ പലിശയില്ലാതെ ഈ പണം 50 വർഷത്തിനകം തിരിച്ചടച്ചാൽ മതിയെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഹരിത.